താങ്ക് യു ഓൾ സോ മച്ച്. ഇതൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദ്യ സിനിമയായ രക്ഷാധികാരി ബൈജു രഞ്ജൻ പ്രമോദ് സാറിന്റെ സിനിമയിൽ ബിജു മേനോജാറിന്റെ അവിടെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഞാൻ LLB സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ നടന്നത്. അപ്പോൾ അതിനിടയിൽ കുറച്ച് സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു സിനിമ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കൊച്ചു വേഷം വന്നിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 ഫിലിം മേക്കേഴ്സ് ആ സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അമ്പുക്കയും അമൽ സാറും. അപ്പോൾ അവിടെ വെച്ച് ഒരു ദിവസം ഞാനിങ്ങനെ സലാംക്ക എടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പൊ സലാംക്ക പറഞ്ഞു, നിന്റെ സിനിമ അവർ കണ്ടിട്ടുണ്ട്, നിന്നെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ആ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ SH കോളേജിൽ ആ ഒരു സ്റ്റേഴ്സിൽ ഇങ്ങനെ ഇവർ മൊത്തം ഇറങ്ങി വരാറ്. നമ്മളിങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ ഒരു അവഞ്ചേഴ്സ് സിനിമയിലെ എല്ലാ സൂപ്പർ ഹീറോസ് ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന പോലെ അമൽ സാറും അൻവർ റഷീദ് സാറും അതിന്റെ ക്യാമറാമാനും കോസ്റ്റ്യൂമും മേക്കപ്പ് എല്ലാവരും ഇറങ്ങി വന്ന് നമുക്ക് ആദ്യം പറഞ്ഞത് ഒരു അപ്രീസിയേഷൻ ആണ്. ലൈക്ക് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ, നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു, നന്നായിട്ട് നീ അതിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ആ ഒരു ആദ്യത്തെ സിനിമയിൽ അന്ന് ആ ഒരു മൂമെന്റിൽ കിട്ടിയ ഒരു അപ്രീസിയേഷൻ ശരിക്കും എനിക്കിപ്പോ ഈ ഒരു മൂമെന്റിൽ ഇവിടെ നിൽക്കുന്നത് വരെ ഞാനത് എപ്പോഴും എനിക്ക് ജീവിതത്തിൽ എടുക്കുന്ന പല പല ലോ പോയിന്റ്സിലും അല്ലെങ്കിൽ പല പല സങ്കടം വരുന്ന നിമിഷങ്ങളിലൊക്കെ എനിക്ക് ഇതൊരു വലിയൊരു പുഷായിരുന്നു. അപ്പോൾ ഐ താങ്ക് ബോത്ത് ഓഫ് യു. ലൈക്ക് ഞാൻ ഇത്രയും അഡ്മയർ ചെയ്യുന്ന 2 മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് ആണ്. സോ അവരുടെ ഒപ്പമാണ് ഞാൻ സലാംക്കയെ പരിചയപ്പെടുന്നതും അവരുടെ സിനിമയിലാണ് ഞാൻ സലാംക്കയെ പരിചയപ്പെടുന്നത്. സോ അത് തന്നെയാണ് സലാമിക്കായിട്ടുള്ള കണക്ഷൻ. സോ ഐ താങ്ക് യു സലാമിക്ക. സോ നേരെന്ന് പറഞ്ഞൊരു സിനിമയിൽ സിദ്ദിഖയുടെ കൂടെ ഒരു വേഷം, ലാൽ സാറിന്റെയും സിദ്ദിഖയുടെയും ഒക്കെ കൂടെ ഒരു വേഷം ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും വില്ലൻ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഇത്രയും എന്താ പറയാ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ക്രിഞ്ചായിട്ട് അങ്ങനെ നടക്കുന്ന വളരെ ഒരു സാധാരണക്കാരൻ എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു കഥാപാത്രമാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോ വളരെയധികം എന്താ പറയാ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണറും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും എനിക്ക് തന്ന സലാംക്കയ്ക്കും ഇതിന്റെ റൈറ്റേഴ്സിനും ഞാൻ അത് നന്ദി പറയുന്നു. കാരണം അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആസ് എൻ ആക്ടർ നമുക്കൊരു വലിയൊരു ടേക്ക് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞ് വേറൊരു വേഷം, എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്